ഹായ് ഹലോ നമസ്കാരം. അനൂസ് കിച്ചൺ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വലിയ ഡ്രസ്സപ്പ് ആയിട്ടുള്ള ഇൻട്രോ ഒന്നുമല്ല കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ നൈറ്റ് ഡിന്നർ കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അത് നമ്മൾ ചിക്കനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് ഇഷ്ടമുള്ള ഒരു റെസിപ്പി കൂടിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്നല്ലേ, ഞാൻ ഇന്നൊരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആക്കി കളയാമെന്ന് വിചാരിച്ചു. റെസിപ്പി അല്ല, കറി ആക്കി കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ബട്ടർ ചിക്കൻ ആക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഗ്യാസ് ഒന്ന് ആ കടായി ഒന്ന് ചൂടായി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടായതിനു ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മൾ കടായിയുടെ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് എന്താ ചേർത്ത് കൊടുക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതെ, ബട്ടറാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 പീസിൻ്റെ അളവിൽ ബട്ടർ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ബട്ടർ ഏകദേശം ഒന്ന് മെൽറ്റായതിനു ശേഷം ഞാൻ ഇതിനകത്തേക്ക് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓയിൽ ആഡ് ചെയ്തിട്ട് ഈ ബട്ടറും ഓയിലും ഒന്ന് മിക്സ് ചെയ്ത് തരാൻ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ബട്ടർ നന്നായി മെൽറ്റായതിന് ശേഷം വേണം നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ചിക്കൻ ഞാനിവിടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നുമല്ല കേട്ടോ ആഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഈ മഞ്ഞൾ വെള്ളത്തിൽ കഴുകിയതിൻ്റെ കളറാണ് കേട്ടോ ഇത്. ഈ ചിക്കൻ ഇതേപോലെ തന്നെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്തത് സോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് ഞാൻ ചിക്കനിൽ സോൾട്ട് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഡയറക്റ്റ് ഇതേപോലെ വെച്ചിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. പിന്നെ ചിക്കനിന് വെള്ളം ഇറങ്ങുമ്പോൾ അതൊരു ഫ്രൈ രൂപത്തിൽ എന്തായാലും നമുക്ക് കിട്ടില്ല. അപ്പം ഞാൻ എല്ലാ പീസസും വെച്ച് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇനി നമുക്കിതൊന്നൊരു ഫ്രൈ രൂപത്തിൽ, അതായത് ഷാലോ ഫ്രൈ ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 5 to 10 minutes അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഓയിലും ബട്ടറും അടക്കം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ആ സെയിം കടായി തന്നെ വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് വീണ്ടും ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയെങ്കിൽ സോൾട്ടഡ് ബട്ടറിന് പകരം നോൺ സോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സോൾട്ടഡ് ബട്ടർ നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പിന്നെ ഉപ്പ് ചേർക്കുമ്പം അതിനനുസരിച്ച് ചേർക്കണം. ചിലപ്പം ഉപ്പ് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ഞാനിവിടെ ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നമുക്കതൊന്ന് മെൽറ്റ് ചെയ്ത് തരാൻ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ബട്ടറും ഇത് നന്നായിട്ട് മെൽറ്റായതിനു ശേഷം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 4 തക്കാളി എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ, അതും ചെറിയ ഉള്ളിയാണ് കേട്ടോ. അത് നീളത്തിൽ കട്ട് ചെയ്തതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ പട്ടേൻ്റെ ഇലയും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഇലയാണ് കേട്ടോ ഞാൻ എടുത്തത്. അതിനോടൊപ്പം തന്നെ ഞാൻ വീണ്ടും കായ്മുളകാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. 2 കായ്മുളകാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. 2 ഏലക്ക സ്റ്റാറിന്റെ പകുതിയും ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ 1 ഗ്രാമ്പു മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ, അധികം ഇല്ല. അതിനോടൊപ്പം തന്നെ 1 കേപ്പോ ബഡ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനത് 1 ടേബിൾ സ്പൂണിന്റെ അളവിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ 1 കൈപ്പിടിന്റെ അളവിൽ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കാഷ്യൂനട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം 1/2 ഗ്ലാസിന്റെ അളവിൽ വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത് സ്പാച്ചുലേനെ കൊണ്ട്. നമ്മൾ ഫ്ലെയിം ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്, ഫ്ലെയിം കൂട്ടി വെച്ചിട്ടില്ല ഞാൻ. ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് ഒരു 10 to 15 minutes ക്ലോസ് ചെയ്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം മീഡിയം ഫ്ലെയിമിൽ 15 minutes ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് മൂടി ഓപ്പൺ ചെയ്തിട്ട് ഒരു സ്പാച്ചുലേനെ കൊണ്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ തക്കാളി ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ സ്പാച്ചുലേനെ കൊണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിൽ തണിയാൻ വെച്ചതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി അതിനുശേഷം സെയിം പോട്ടിൽ തന്നെ, അതായത് സെയിം കടായിൽ തന്നെ നമ്മൾ വീണ്ടും ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നമ്മൾ കടായ കഴുകുന്നൊന്നുമില്ല കേട്ടോ, ഡയറക്റ്റ് വീണ്ടും ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ബട്ടർ ആഡ് ചെയ്തതിൻ്റെ കൂടെ തന്നെ ഓയിലും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നന്നായി മെൽറ്റ് ആയതിനു ശേഷം ഞാൻ ഇതിനകത്തേക്ക് വീണ്ടും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിനകത്തേക്ക്
നമ്മളെ ചുവന്ന മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആർട്ടിഫിഷ്യൽ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല, ഈ മുളക് പൊടിയുടെ കളർ മാത്രം കേട്ടോ. അപ്പൊ നന്നായി ഈ ഒരു പാകത്തിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച പേസ്റ്റ് ആണ് ഞാൻ ഇനി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ അത്. അപ്പൊ അത് നന്നായി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പ്രത്യേക ഒരു കാര്യം, ഞാൻ ഇതിൻ്റെ അകത്തേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും മിക്സ് ചെയ്യുമ്പം ചേർത്തിട്ടില്ല. ഞാൻ നേരത്തെ എടുത്ത ആ 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ഉള്ളൂ, എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളത്. അപ്പൊ നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളെ പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ്സ് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ ബട്ടറിൽ, അപ്പൊ അതിൻ്റെ അകത്തേക്ക് നമ്മൾ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ആ ചൂടാക്കി വെച്ച ചിക്കൻ, അതായത് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ മൂടി വെച്ചിട്ട് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കുക ചെയ്യുന്നത്. അപ്പോഴാണ് ആ ഗ്രേവിയും ചിക്കനും ഒന്ന് ആ മസാലയൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ 10 മിനിറ്റിന് ശേഷം ഞാനിവിടെ മൂടി ഓപ്പൺ ചെയ്തിട്ട് ഒന്നൊരു സ്പാച്ചുലേനെ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു 5 മിനിറ്റും കൂടി ചൂടാക്കി എടുക്കുക ചെയ്യുന്നത്. ചൂടാക്കി എടുത്തതിന് ശേഷം ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഏത് ഫ്രഷ് ക്രീം എടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഈ ഫ്രഷ് ക്രീമിന്റെ ഈ 1/2 ലിറ്ററിന്റെ ബോട്ടിൽ മുഴുവൻ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്രഷ് ക്രീം ആഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ടൈം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെയാട്ടോ വെച്ചിട്ടുള്ളത്. അപ്പൊ നന്നായി ചൂടാക്കിയതിന് ശേഷം, അതായത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി ചൂടാക്കി എടുക്കുക. ഈ വീഡിയോയിൽ എന്റെ വോയിസ് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും, കാരണം ഇത് 2 ദിവസമായിട്ടാണ് ഞാൻ ഇതിന് വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത്. കാരണം ചെറിയൊരു കോൾഡിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നേ. അപ്പൊ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് ഒക്കെ അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു 5 മിനിറ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യണേ. അപ്പൊ ഈ ചൂടാകുന്ന ടൈമിൽ ഞാൻ കുറച്ച് കസൂരി മേത്തിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അധികം ഒന്നുമില്ല, ഒരു പിഞ്ച് 2 പിഞ്ചിന്റെ അളവിൽ അത്രയും ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ ഒരു ടൈം ഉപ്പും മധുരവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ചില ആൾക്കാർ ഈ ഒരു ടൈം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കും. ഞാനിവിടെ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ബട്ടറിൽ സോൾട്ടി ബട്ടർ ആകുമ്പോൾ ഉപ്പ് കൂടുതലാകാൻ ചാൻസ് ആണ്. അതുകൊണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായത് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഷുഗർ വേണ്ടിക്ക് ഈ ഒരു ടൈം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതാ ഞാനൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എന്റെ ബട്ടർ ചിക്കന്റെ മസാല, ബട്ടർ ചിക്കന്റെ റെസിപ്പി? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റിൽ പറയാൻ മറന്നു പോകരുത് കേട്ടോ. എങ്ങനെയുണ്ട്? സിമ്പിൾ അല്ലേ? ഈ റെസിപ്പീനെ നമ്മൾ 1 പോട്ട് ഡിഷ് എന്ന് കൂടി വിളിക്കും കേട്ടോ. അത് ഞാൻ ഇൻട്രോയിൽ പറയാൻ വിട്ടുപോയതാണ്. അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റിൽ എന്തായാലും പറയണേ. അപ്പൊ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ പറയാൻ മറന്നു പോകരുത്. അതുപോലെ ഈ റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ട്രൈ ചെയ്യും വേണേ. കുറച്ചൊരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മളൊരു റെസിപ്പി വീണ്ടും ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ പറയാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പൊ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നത്. ടാറ്റാ ബൈ ബൈ.